എന്താണ് ഈ ബിസിനസ്. ഞാൻ സിനിമയെ പറ്റിയല്ല പറയുന്നത്, ബിസിനസ് ഓഫ് മലയാളം സിനിമ. അത് ആ ബിസിനസ് എന്താണെന്ന് തിരിച്ചറിയില്ലാത്തവരാണ് സിനിമയിലേക്ക് വരുന്നത്. അവർ ഒരു പാഷൻ, ഒരു ഓമന പേര് അവർ ഇട്ടു. അത് പാഷനല്ല. സിനിമകളുടെ എണ്ണം കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു. ഇപ്പൊ വരുന്ന പടങ്ങളൊന്നും ഓടിയില്ലെങ്കിൽ സിനിമാ തിയേറ്റർ അടച്ചുവിടും. അതാണ് സ്ഥിതി. അപ്പൊ ഇതിൽ ഏറ്റവും ഇവർ ചെയ്യുന്ന വേറൊരു ദ്രോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരെ കൂട്ടായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന പ്രൊഡക്ഷൻ മാനേജേഴ്സോ മറ്റുള്ളവരും നമ്മളൊക്കെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ സിനിമ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ പ്രൊഡക്ഷനിലെ ആ ബഡ്ജറ്റിംഗ് ഒക്കെ പൊളിച്ചുകൊണ്ടുള്ള സിനിമ പ്രൊഡക്ഷൻ അവർ നടക്കുന്നത്. ഞാൻ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ നാട്ടിൽ ഫ്ലെക്സ് വെച്ചു, അതിനുശേഷം സിനിമ ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറയുന്ന മാതിരത്തെ ഒരു പ്രൊഡക്ഷൻ അല്ല വേണ്ടത്. കണ്ടന്റ് നല്ലതായിട്ട് നമ്മൾ സെർച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് അവൈലബിൾ ആണ് അറ്റ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. ഞങ്ങളത് പ്രൂവ് ചെയ്യും. ഈ ഒരു എറയിൽ ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കോക്കേഴ്സ് എന്ന് പറഞ്ഞ ബാനർ, കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ബാനർ, ഇത് ഞങ്ങൾ പ്രൂവ് ചെയ്യും. വെൽക്കം ബാക്ക് ടു കോക്കേഴ്സ് എന്റർടൈൻമെന്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എന്നോട് കൂടിയുള്ളത് കോക്കേഴ്സ് ഫിലിമിന്റെ എല്ലാമായ സിയാദ് കോക്കറാണ്. നമസ്കാരം സർ. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഓക്കെ, സോ സിനിമയിലെ പ്രൊഡ്യൂസറിന്റെ റോള് ഏത് രീതിയിലാണ്, എത്രത്തോളാണ് എന്ന് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ വളർച്ചയും തളർച്ചയും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ. അപ്പൊ പലപ്പോഴും നമ്മൾ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഫിലിംസ് എന്നൊക്കെ പറയുമ്പോഴും പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു പരാജയം അല്ലെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവർ പറയുന്ന ആ ഒരു വീക്ഷണം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ട്രാജഡി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ മലയാള സിനിമക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും വർഷത്തിന്റെ ഇടയിൽ. ഏകദേശം 100 വർഷത്തോളം കഴിഞ്ഞു മലയാള സിനിമയുടെ ചരിത്രം പറയുകയാണെങ്കിൽ. പക്ഷേ നമ്മളെ ഒരു കാലത്തും ഇല്ലാത്ത മാറ്റൊരു ട്രാജഡിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 100 ചില്ലാനും സിനിമകൾ കഴിഞ്ഞ കൊല്ലത്തെ പിന്നെ ലാസ്റ്റ് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് വർഷം തന്നെ. അതായത് നമ്മൾ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്ത് ഇതിന്റെ സംഘടനാ രീതിയിലും മറ്റുള്ള രീതിയിലൊക്കെ ഇൻവോൾവ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നേരിട്ടും എനിക്ക് അനുഭവങ്ങളുണ്ട് അതിന്റെ കാര്യങ്ങളെ പറ്റി. സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഒരു എന്താ പറയാ, ഒരു പാഷനാണ് എന്ന് തിരിച്ചറിഞ്ഞ് വരാത്തവരെ ഒരു കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കത് എങ്ങനെ പറയാൻ പറ്റുള്ളൂ, ബിക്കോസ് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞത് 4 പടങ്ങളുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. 40 പടവും 50 പടവും വന്നിരുന്ന സ്ഥലത്ത് 4 പടങ്ങളുടെ ശരിക്കും വന്നിരുന്നത്. ഒന്നാമത് ബേസിക് ആയിട്ടൊരു കാര്യം എനിക്കിതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, സിനിമ എന്താണെന്നറിയാതെയാണ് പല സിനിമയും ഇവിടെ നടക്കുന്നത്. എന്താണ് ഈ ബിസിനസ്? ഞാൻ സിനിമയെ പറ്റിയല്ല പറയുന്നത്, ബിസിനസ് ഓഫ് മലയാളം സിനിമ. അത് ആ ബിസിനസ് എന്താണെന്ന് തിരിച്ചറിയില്ലാത്തവരാണ് സിനിമയിലേക്ക് വരുന്നത്. അവർ ഒരു പാഷൻ, ഒരു ഓമന പേര് അവർ ഇട്ടു. മനസ്സിലായോ? അത് പാഷനല്ല. പാഷനല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവരുണ്ടാക്കിയ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു പാട്ട് വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നഷ്ടങ്ങളുടെ കണക്കല്ലാതെ എന്തിനാ സിനിമ എടുത്തു എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഉത്തരവില്ല. അപ്പൊ റോങ് ഗൈഡൻസിൽ കൂടെ വന്നിട്ട് എനിക്ക് കുറെ പൈസ ഉണ്ട് എന്റെ കയ്യിൽ, ആ പൈസ വെച്ചൊരു സിനിമ എടുക്കണം, അതിനെന്ത് മുതൽ മുടക്ക് വരുമെന്ന് വരെ അവർ അന്വേഷിക്കുന്നില്ല. മനസ്സിലായ? അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രവണത കുറെ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു. ആ വർഷങ്ങളായിട്ട് നടന്നതിന്റെ പരിസമാപ്തിയാണ് ഇപ്പൊ ഈ വർഷം. നമുക്കിപ്പൊ ഈ പറഞ്ഞ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്. ഈ സമയത്ത് സിനിമകളുടെ എണ്ണം കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു. ഇപ്പൊ വരുന്ന പടങ്ങളൊന്നും ഓടിയില്ലെങ്കിൽ സിനിമാ തിയേറ്റർ അടച്ചുവിട പോകും. അതാണ് സ്ഥിതി. ഇപ്പോഴത്തെ എല്ലാ പടങ്ങളും എല്ലാ തിയേറ്ററിലും കളിക്കാൻ പറ്റില്ല. അപ്പം സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന സിനിമകൾ, ആ സിനിമകൾ കളിക്കുന്ന തിയേറ്റർ സർവൈവ് ചെയ്യുന്നല്ലാതെ ബാക്കിയുള്ള സിനിമകൾക്ക് അവിടെ സിനിമ കളിക്കാനുള്ള, അല്ലെങ്കിൽ കളിച്ചു കഴിഞ്ഞാൽ ആള് കയറാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ സിനിമ തിയേറ്റേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്തേ പറ്റും. പിന്നെ ഈ പാഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഈ ഇൻഡസ്ട്രിയിൽ. അത് ആരും പർപ്പസ്ഫുൾ ആയിട്ട് അവരവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി അവരവർ ചെയ്യുന്നതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല.
ബിക്കോസ് ഞങ്ങളൊക്കെ സിനിമ തുടങ്ങുന്ന കാലത്ത് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഒരു വാല്യുബിൾ പേഴ്സണാലിറ്റി ഉണ്ട്. ഈവൻ അങ്ങേര് പ്രൊഡ്യൂസറിന് വരെയും കൺട്രോൾ ചെയ്യുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളവരാണ് അന്നുണ്ടായിരുന്നത്. ഇന്നതല്ല. ഇന്ന് ആർക്ക് വേണമെങ്കിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൺട്രോളും ആകാം. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കറിയാം ഇയാൾ ഈ സിനിമയും കഴിഞ്ഞ് ആ വഴി പൊക്കോളും. അത് റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ആൾക്ക് കിട്ടാനുള്ള കിട്ടിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുത്തോട്ട് അദ്ദേഹത്തിന് പറഞ്ഞു വിടുക. വളരെ പ്ലെയിൻ ആയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സംഭവിക്കുന്നത്. ആരും ഞാൻ മോശം പറയുന്നതല്ല. സംഭവിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ സിനിമ കുറഞ്ഞു, സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയാണ്, അത് കളക്ട് ചെയ്തിട്ട് ഇത്രയാണെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞാനും ഉണ്ട്. ആ കമ്മിറ്റിയിലും അത് റിലീസ് ചെയ്തതിലൊക്കെ ഞാൻ ഇൻവോൾവ് ആണ്. എന്റെ പേരടക്കം അതിൽ പ്രതിപാദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് ജനം തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനിയും വന്നിരിക്കുന്ന ആൾക്കാർ ഇത് വേണ്ട, ഇങ്ങനെ ഒരു ഡേഞ്ചറസ് ഗെയിമാണ് ഇവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയും. പക്ഷെ അതിന് ഞാനും അടക്കമുള്ള പലരും കുറേ അധികം ഇത് കേട്ടു. അതായത് ഞങ്ങളുടെ വയറ്റത്തടിച്ചിട്ട് ഇദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ്, ഇവരുടെ വീട്ടിലെ കാശല്ലേ, എല്ലാവരുടെയും വീട്ടിലെ കാശല്ലേ ഇവിടെ കൊണ്ടുവന്ന്, അവരെ കൊണ്ടുവന്ന പൈസ അവർക്ക് തിരിച്ചു കിട്ടില്ല, ഇവർക്ക് എന്താ ദണ്ണം എന്ന് ചോദിക്കുന്നവരെയും ഇവിടെ നടക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വരെ. അപ്പൊ അത് ഇതൊരു വ്യക്തി മാത്രം അധിഷ്ഠിതമല്ലല്ലോ, ഒരു വ്യവസായത്തിൽ ഇതൊരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമല്ല, ഒരു വ്യവസായം അല്ല. ഇത് ഒരു വ്യവസായത്തിന്റെ ഹെൽത്തി ആയിട്ടുള്ള മുമ്പോട്ടുള്ള യാത്രക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ് എന്റെ സിസ്റ്റർ കൺസേൺ ആണ്. അത് ഇവിടെ വെച്ചപ്പോഴത്തേക്കും നമ്മള് പ്രൊഡക്ഷൻ മാത്രമല്ല ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഉണ്ട്. അതിലൊരു വിങ്ങായിട്ട് എന്റെ കുറച്ച് സുഹൃത്തുക്കളും എന്റെ മകളുമായിട്ടുള്ള ആൾക്കാർ നിന്നുകൊണ്ടൊരു കാര്യം ഇവിടെ ചെയ്തു. അതായത് ഫ്രഷ്നേഴ്സിന് ഞങ്ങൾ ഈ അപകടം നേരത്തെ 2-3 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ആരും സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് അവർക്കുള്ള പ്രോപ്പർ ഗൈഡ് ലൈൻ ഞങ്ങൾ തരാം, ഞങ്ങൾ ഫിക്സ് ചെയ്ത് തരാം. നിങ്ങൾക്ക് സിനിമ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയൊക്കെ കാസ്റ്റ്, നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത്ര വരും, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, അങ്ങനെ ഒരു ഡീസന്റ് പ്രൊഡക്ഷനിലേക്ക് ഗൈഡ് ചെയ്യാനുള്ള ഒരു മെഷീനറി ഇവിടെ വർക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് അത് പേയബിൾ ആണ്. ഇറ്റ്സ് നോട്ട് അതെന്ന് വെച്ചിട്ട് സിനിമയുടെ മുടക്കുന്നതിനനുസരിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പേയ്മെന്റ് അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യണതിന് അവരുടെ ബ്രെയിൻ യൂട്ടിലൈസ് ചെയ്യാനുള്ള പേയ്മെന്റ്. പക്ഷെ ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ ഇവിടെ വന്നു. പക്ഷെ പിന്നെ കാണുന്നത് അവർ ഈ പറഞ്ഞ റാക്കറ്റിൽ, അതായത് ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോയി പെട്ടിട്ട് ഉള്ള കുറെ കാശും കളഞ്ഞ അവസാനം സിനിമയില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പൊ ഇത് ഈ അപകടം മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. അത് 2 ഇൻട്രസ്റ്റ്. ഒന്ന്, സിനിമയെ, ഞാൻ സ്നേഹിക്കുന്ന സിനിമയെ നിലനിർത്തണമെന്നുള്ളൊരു ഒരാളെയും സിനിമയിൽ വന്നിട്ട്, പിന്നെ ഓഫ് കോഴ്സ് ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്, അത് കാണേണ്ടത്. അതൊരു ഞാണിമക്കളിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി ആ മിനിമം അതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇറങ്ങുക. പിന്നെ അതിന്റെ ഫെയിലിയർ ഓഫ് സക്സസ് അത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിലേക്കുള്ള ഗൈഡ് ലൈനിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ഗ്ലാമറസ് മീഡിയ ആണല്ലോ. അപ്പൊ ഈ കാശുള്ളവര്, എസ്പെഷ്യലി ഇപ്പം NRIs ഇപ്പൊ പുറത്തു പോയിട്ട് നല്ല കാശുണ്ടാക്കുന്നു, ഇവിടെ നാട്ടിൽ വന്നൊരു സിനിമ എടുക്കാം എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവശ്യം ഒരു പ്രൊഡ്യൂസർ എന്റെ അടുത്ത് വരുന്നു. അതായത് പുള്ളി ഏകദേശം 1.5 കോടി 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പടം ഒന്നും ആയിട്ടില്ല, പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇനി ഒരു 1.5 കോടി രൂപ, അതായത് അഡീഷണൽ ആയിട്ട് ഇനി 1.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളി കാനഡയിലോ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് തൽക്കാലം ഇതൊന്ന് ഇവിടെ നിർത്തിവേ, നമുക്ക് ആലോചിക്കാം, എന്നിട്ട് അത് രണ്ടാമത് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും പൈസയല്ലേ പോയിട്ടുള്ളൂ, നിങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കി, ഇനിയുള്ള കാലങ്ങളിൽ വർക്ക് ചെയ്താലും ഈ പോയത് തിരിച്ചെടുക്കാം. അപ്പൊ പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ, എന്റെ നാട്ടില് എന്റെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊഡ്യൂസറായി, ഇന്നതാണ് എന്റെ പടത്തിന്റെ പേര്,
ഞാൻ ആ ഫ്ലെക്സ് നാട്ടിൽ മുഴുവനും കയറ്റിയേക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഫ്ലെക്സുമായിട്ട് പിന്നെ സിനിമ വന്നില്ലെങ്കിൽ പിന്നെ എനിക്കല്ലേ ചീത്തപ്പേര്, എന്റെ കുടുംബത്തിനെ ചീത്തപ്പേര്. ഇതിന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ഇത് ഒരു ഇങ്ങനെയുള്ള പ്രൊമോഷന്റെ ഒരു ഭാഗം കൂടെ സിനിമ. അത് ഇതൊരു ഹ്യൂമറസ് സാധനം ആയതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നത്. മറ്റേ മുഴുവൻ സങ്കട കഥകളാണ്. ഞങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞു, എന്റെ ഫാമിലിയിൽ റിഫ്റ്റ് ഉണ്ടായി, എന്റെ ഭാര്യയുടെ ആഭരണം മുഴുവനും കൊണ്ടുപോയി പണയം വെച്ചു, ഇങ്ങനെയുള്ള കുറെ കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടിയിണക്കിയാണ് നമ്മൾ പറഞ്ഞത് എന്നാ നല്ല വഴിയിൽ വരും, നിങ്ങൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യും. നമ്മളൊരു മാർക്കറ്റിൽ ഒരു പെട്ടിക്കട ഉണങ്ങുകയാണെങ്കിലും ആ പെട്ടിക്കട ഇടുന്ന സ്ഥലം, ആ ഇടുന്ന സ്ഥലത്തിൽ അവിടെ മൂവ്മെന്റ് ഉണ്ടോ, അവിടെ ആൾക്കാർ വരുമോ, ചായ കുടിക്കുമോ, അത് പഠിച്ചതിന് ശേഷം അവർ പെട്ടിക്കട ഇടുന്നത്. അല്ലെ തിരക്കുള്ള സ്ട്രീറ്റ് കൊണ്ടേ പെട്ടിക്കട ഇടുള്ളൂ. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി വരെ ബേസിക് ആയിട്ട് ഇല്ലാതെ ഇവിടെ സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ഇവർ ചെയ്യുന്ന വേറൊരു ദ്രോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരെ കൂട്ടായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന പ്രൊഡക്ഷൻ മാനേജേഴ്സോ മറ്റുള്ളവരും നമ്മളൊക്കെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ സിനിമ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ പ്രൊഡക്ഷനിലെ ആ ബഡ്ജറ്റിംഗ് ഒക്കെ പൊളിച്ചുകൊണ്ടുള്ള സിനിമ പ്രൊഡക്ഷൻ അവർ നടക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഞാൻ എന്റെ കമ്പനിയിൽ നിന്ന് പോയി എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സോ കോൾഡ് എമൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ എമൗണ്ടിൽ കൂടുതൽ ഇവർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഫീസിബിൾ അല്ല, മേടിക്കുന്ന അയാൾക്കും അറിയാം. പിന്നെ ആരെങ്കിലും ഇക്കാലത്ത് എനിക്ക് കൂടുതൽ പൈസ തരാം എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയൂ. ഞാൻ കഴിഞ്ഞ പടത്തിന് ഇതാ മേടിച്ചു, അത് കാരണം അത് തന്നാൽ മതി എന്ന് ആരും പറയില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പൈസ മേടിക്കും. പിന്നെ അവര് പറയുന്നത് അത് അവിടെയാണ് നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ അവിടെ റേറ്റ് അതായി. എന്റെ കഴിഞ്ഞ പടത്തിന് അത് ഓടിയോ ഇല്ലയോ എന്നുള്ളതല്ല അവര് പറയുന്നത്. എന്റെ റെമ്യൂണറേഷൻ ഇപ്പൊ കഴിഞ്ഞ പടത്തിന് ഞാൻ മേടിക്കും ഇത്രയും, അത് കാരണം ഇപ്പൊ അതാണ് മേടിക്കുന്നത്. നമ്മൾ ഞെട്ടിപ്പോവും, മനസ്സിലായി? അപ്പൊ അഭിനേതാക്കൾക്ക് പൈസ കൊടുക്കുന്നതിന്റെ എതിർപ്പല്ല പറയുന്നത്, അവരുടെ ഒരു മാർജിന്റെ അപ്പുറത്തേക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അവിടെയും ഞാൻ കുറ്റം പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന്. ഇപ്പോ ഇത് ഫീസിബിൾ അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെറുകിട സിനിമയിലേക്ക് വരണം. ചെറിയൊരു സിനിമയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള മോഹൻലാൽ നായകനായിട്ടുള്ള സന്മനസ്സുള്ള ഒരു സമാധാനവും മഴവിൽ കാവടിയും എങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഇതൊന്നുമല്ല. ഇങ്ങനെയുള്ള വലിയ പ്രകമ്പനമൊന്നും കാണിച്ചിട്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്. അന്നും ആ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. അപ്പൊ അന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ്, മനസ്സിലായ? അപ്പൊ അങ്ങനെ ഒരു മാർഗത്തിൽ നിന്നാണ് നമ്മൾ പിന്നെ ഇതൊക്കെ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ചിന്തിക്കുന്നില്ല? അതായത് ഞങ്ങൾ ഈ കോസ്റ്റിനപ്പുറത്തേക്ക് ഒരു സിനിമ എടുക്കുന്നില്ല, പക്ഷെ ആ കണ്ടന്റ് നന്നായിരിക്കണം. എപ്പോഴും നമ്മളൊരു ബുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് 2 പേജ് വായിച്ചു കഴിയുമ്പോൾ മടുക്കുക തോന്നുന്നതിന് പകരം ഇനിയും വായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കും. അപ്പൊ അത് നാച്ചുറലി ഈ പറഞ്ഞ മാതിരി നമുക്ക് കണ്ടന്റ് നല്ലതായിട്ട് നമ്മൾ സെർച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് അവൈലബിൾ ആണ് അറ്റ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തുക. ഞങ്ങളത് പ്രൂവ് ചെയ്യും. ഈ ഒരു എറയിൽ ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കോക്കേഴ്സ് എന്ന് പറഞ്ഞ ബാനർ, കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ബാനറും ഇത് ഞങ്ങൾ പ്രൂവ് ചെയ്യും ഡെഫിനറ്റ് ആയിട്ടും. പക്ഷെ നമുക്ക് കണ്ടുപോകാൻ സ്ട്രെയിൻ ഉണ്ട് അതിൽ. പിന്നെ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതേമാതിരി നാച്ചുറലി നമുക്ക് അതിന് സ്ട്രെയിൻ ഉണ്ട് അത് കണ്ടെത്താനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉള്ളപ്പോഴത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ചിന്തിച്ച് അത് അങ്ങനത്തെ കഥകൾ എടുത്താൽ നല്ലതാണോ? അല്ലെങ്കിൽ ഈ സമയത്ത് കൊണ്ടുവന്നൊരു മറ്റേ ഈ നേരത്തെ ആൾക്കാർ കണ്ടമാതിരി ഒരു സെക്സ് പിച്ച് അല്ലെ സെക്സ് ബോംബിനെ വെച്ചുള്ള സിനിമ എടുക്കാനല്ലല്ലോ ഞങ്ങൾ ആലോചിക്കുന്നത്. ആൾക്കാർ പറഞ്ഞ കഥയ്ക്ക് ഒരു മൂല്യമുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഇന്നത്തെ ജനറേഷന് പറ്റിയ അല്ലെങ്കിൽ ഇന്നത്തെ ഓഡിയൻസിന് പറ്റിയ വിധത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും ശാശ്വത പരിഹാരം ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഗൈഡൻസിന്റെ കാര്യം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിനിമാ മേഖലയിലെ ഏതൊരു റോൾ എടുക്കുകയാണെങ്കിലും നമുക്ക് ആക്ച്വലി അത് നമ്മൾ സാങ്കേതികപരമായി പഠിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്കിപ്പോ ഉണ്ട്, ഏതാണെങ്കിലും ഉണ്ട്. പക്ഷേ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഒരു റോൾ എടുക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്നത് ഓക്കെ കാശുണ്ടെങ്കിൽ
പ്രൊഡ്യൂസർ ആവാം എന്നുള്ള രീതിയിൽ മാത്രമാണ്. പക്ഷെ അതിന് ഒഫീഷ്യലായിട്ട് നമ്മുടെ കയ്യിൽ അത്തരത്തിലൊരു നോളജ് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന്റെ അണ്ടറിൽ നിന്ന് ഗൈഡൻസ് വാങ്ങിയിട്ട് അതിനുശേഷം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന രീതിയിലേക്ക് ആരും ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും അതിൽ മിസ്ഗൈഡ് ചെയ്യാൻ ആൾക്കാർ ഇഷ്ടംമാരുണ്ട്. മനസ്സിലായ? പിന്നെ എല്ലാവർക്കും ഒരു എന്താ പറയാ, അവരുടെ താല്പര്യങ്ങളുണ്ടാവും. ഈ താല്പര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വേണം സിനിമ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ. അപ്പൊ അതിന് ഒത്തുകൂടി നടക്കുന്ന കുറെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ മറ്റുള്ള ആൾക്കാരുണ്ടാവും. അവര് ഇതിലൊക്കെ അവരെ സുഖിപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൂടെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലി ഒരു സിനിമ നടക്കും, അവർക്ക് അവരുടെ കാശ് കിട്ടും എന്നുള്ള ഒരു ലെവലിൽ ചിന്തിച്ച് അതല്ല എന്റെ കാര്യം. ഈ പറഞ്ഞ ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഞങ്ങളിപ്പോ ചേംബറിലൊക്കെ നമ്മുടെ ഒരു ഇതുണ്ട്, അവിടെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് വേണമെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ പ്രൊഫഷണലായിട്ട് നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, അതിന്റെ ഒരു ഗുഡ് വില്ലും ഞങ്ങളുടെ ഗുഡ് വില്ലും ഞങ്ങളുടെ ആയിട്ടുള്ള ഗൈഡൻസും മേടിച്ചതിന് ശേഷം പടം ചെയ്യുക. അപ്പം 10 ലക്ഷം രൂപക്ക് ചെലവാക്കേണ്ട സാധനം 6 ലക്ഷം രൂപക്ക് ചെലവാക്കിയാൽ മതി എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്, 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലാഭമുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? ഇത് ഏത് ഫോറത്തിൽ പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിധത്തിലുള്ള പോക്കാണ് ഈ നാശത്തിന്റെ വക്കലെത്തിയത്. പക്ഷെ ഇനി സിനിമ നന്നാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. നന്നാവട്ടെ. അതേസമയം തന്നെ ഇപ്പൊ നമ്മള് ഒരു കാലഘട്ടത്തില് ഇപ്പൊ 90-120 ദിവസമൊക്കെ കൊണ്ട് സിനിമ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അത് 6 മാസം, 1 വർഷം അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ കാലം കഴിയുന്നതോറും നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ചെലവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രൊഡ്യൂസറിന് ഒരു അധിക ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ ടൈം ഇങ്ങനെ ഡ്യൂറേഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അലസത. എനിക്ക് അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ, അലസത. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിലിമിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി വേണം പോകാനായിട്ട്. ഇന്ന് കണ്ടുപിടിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും പണ്ട് ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോണിറ്റർ എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല, ഈ ലേപ്പൽ മൈക്സോ കാര്യങ്ങളോ ഇല്ല. മനസ്സിലായ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കാലഘട്ടം തൊട്ടിട്ട് ഈ കാലഘട്ടം വരെ വന്നിരിക്കുന്ന ഡിഫറൻസ് മനസ്സിലാക്കാതെ, അതായത് എനിക്ക് ക്രെഡിറ്റ് കിട്ടണം, ഞാൻ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ക്യാമറയാണ് യൂസ് ചെയ്തേക്കുന്നത് പറഞ്ഞുള്ള ക്രെഡിറ്റ് മതി. പക്ഷെ അതിന്റെ യൂസേജ് എനിക്കെങ്ങനെയാണ് ടെക്നീഷ്യൻ അറിയുന്നത്. പിന്നെ ഇന്ന ടൈപ്പ് ഓഫ് ലൈറ്റ്സ്, ആ ലൈറ്റ്സ് കംപ്ലീറ്റ് ഞാൻ വരുത്തണം, പ്രിന്റ് ഔട്ട് ചെയ്യണം. അത് പ്രൊഡ്യൂസറിന്റെ ചെലവിലാണെന്ന് ആലോചിക്കണം, എന്നാലേ ഡയറക്ടറിന് വാല്യൂ ഉണ്ടാവും. കണ്ടമാനം ഇൻഷുറൻസ് എനിക്ക് അതിനെപ്പറ്റി പോയി നമ്മളിങ്ങനെ നമ്മളുടെ ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിലായതുകൊണ്ട് എനിക്ക് ആരെയും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത്. ഒരു ലേബലിന്റെ പുറകെ മാത്രം പോയിക്കൊണ്ടിരിക്കുക. അതെ, എന്താ വെച്ചാല് ലൈക്ക് നിങ്ങൾ ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മള് കമ്പ്യൂട്ടർ വന്നു, അന്ന് ഗവൺമെന്റ് വേറൊരു ഗവൺമെന്റ്, ഐ മീൻ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയാം, കമ്പ്യൂട്ടറിനെതിരായി. ബിക്കോസ് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞവരാണ് ഒരു സമയത്തുണ്ടായത്. പക്ഷെ കമ്പ്യൂട്ടർ വന്നു, അതിന്റെ ജനയുഗത്തിന്റെ ഭാഗമായിട്ട് വന്നു. ഈ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ഫാഷന് വേണ്ടി കമ്പ്യൂട്ടർ മേടിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു ഫോക്കസ് ഫിലിംസിന്റെ പ്രൊപ്പറേറ്ററാണ്. എന്റെ ടേബിളിൽ ഒരു കമ്പ്യൂട്ടർ വെറുതെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാശ് പോയതല്ലേ ഉള്ളൂ. ഇതേപോലെ തന്നെ ലാപ്ടോപ്പ്, അതിന്റെ സെക്കൻഡ് വെർഷനാണ് ലാപ്ടോപ്സ് ആയത്, കുറേ കൂടെ ഹാൻഡി ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒരു ലാപ്ടോപ്പ് ഇരിക്കട്ടെ, ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്നും പറഞ്ഞ് ഞാൻ എടുത്തു വെക്കുകയാണെങ്കിൽ അതിന്റെ ABCD എനിക്കറിയില്ല, അത് ഓൺ ചെയ്യാനും അറിയില്ല. എനിക്ക് ആവശ്യമുള്ള അപ്ഗ്രേഡേഷൻസ് അതില്ലാതെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഈ പറഞ്ഞ ഡേയ്സ് നീളുന്നതിന്റെ ഒരു റീസൺ. മനസ്സിലായ? രണ്ടാമത്തെ റീസണാണ് പ്രോപ്പർ വർക്കൗട്ട് ഇല്ലാതെ സിനിമ ചെയ്യാൻ. ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും സിനിമ ചെയ്യേണ്ട രീതികളുണ്ട്. ആ സിനിമ കഥ കണ്ടെത്തി നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും എത്ര ദിവസം, അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിങ് എത്ര ദിവസം വേണം എന്നുള്ളൊരു ഫിക്സേഷൻ എവിടെയില്ല. പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇതിനെപ്പറ്റി ബോധേടുമല്ല.
ബിക്കോസ് അവർക്ക് അറിയില്ല അതിനെപ്പറ്റി. ചിലപ്പോൾ ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസർ ആയിരിക്കും, സെക്കൻഡ് ടൈം പ്രൊഡ്യൂസർ ആണെങ്കിലും അവര്, അല്ലെങ്കിൽ തേർഡ് ടൈം ഒരു ഇപ്പോഴത്തെ സ്റ്റാൻഡിങ് പ്രൊഡ്യൂസർ ആണെങ്കിലും തുടങ്ങിപ്പോയി ഇത്തരം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇനിയിപ്പോ എങ്ങനെയും തീർത്തെടുക്കാം എന്നുള്ള ആദ്യം കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം എന്റെ സുഹൃത്തുക്കളായ ആൾക്കാര്. അപ്പൊ അതൊരു എന്തെന്ന് പറയാ, അതൊരു കഴിവില്ലായ്മയുടെ അല്ല, നിവൃത്തികേടിന്റെ ഭാഗമാണ്. പക്ഷെ അതല്ല എന്റെ പ്രോപ്പർട്ടി. അപ്പോ സിയാദ് കോക്കർ എന്ന വ്യക്തി പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആക്ച്വലി ഒരുപാട് വർഷക്കാലമായി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതേസമയം തന്നെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ തന്നെ ഇപ്പം തിരക്കഥയാണെങ്കിലും റൈറ്റേഴ്സിന്റെ കൂടെ ആണെങ്കിലും ഈവൻ ലിറിസിസ്റ്റിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഒരു ക്യാഷ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് മാത്രമല്ല, സിനിമയുടെ എല്ലാ പാർട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അപ്കമിങ് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവരോട് പറയാനുള്ളത്? അല്ല, ഞാൻ എൻ്റെ ഒരു പാത്ത് കറക്റ്റ് ആണെന്ന് തോന്നലാണ് എനിക്കുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡേ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഥ ലോഞ്ച് ചെയ്യണ സമയത്ത് ആ കഥ നമ്മളൊരു രൂപമുണ്ടാക്കി ആ സമയം തൊട്ട് ഞാൻ ഇൻവോൾവ് ആണ്. അതിൻ്റെ കാസ്റ്റിങ്ങിലാണെങ്കിലും മറ്റുള്ള ഏത് മേഖലകളിലാണെങ്കിലും ഞാൻ അതിൽ ഇൻവോൾവ് ആണ്. ഞാനത് പഠിക്കുക എന്നുള്ള ലെവലിലാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടിയല്ല. അപ്പം അതിൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് നമ്മൾ സോങ് ചെയ്യുമ്പോഴത്തേക്കും, സബ്ജക്റ്റ് ഫൈനലൈസ് ചെയ്ത് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കി സോങ്സ് ഉണ്ടാക്കുക. ആ സോങ്സ് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, മറ്റേ ജോൺസൺ മാഷ് വേണോ, മറ്റേ ജോയ്സ് ഇത് വേണോ, ജെറിയ മൽദേവ് വേണോ, ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യണ കാര്യത്തിൽ ആ ഡയറക്ടറിനെയും കൂടെ ഇത് വെച്ചിട്ട് അത് വെച്ചിട്ട് അവിടെ തൊട്ട് ഞാൻ ആ കമ്പോസിങ് സെഷൻ തൊട്ട് ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്യും. വിദ്യാസാഗർ ടച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്. അതെ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിദ്യാസാഗറിന് മുമ്പായിട്ട് ഇളയരാജ് സാറായിട്ട് ചെയ്തിട്ടുണ്ട് കളികുഞ്ഞാൽ എന്ന് പറഞ്ഞ പടം. അതിനു മുമ്പ് ജോൺസൺ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് ആ സമയത്ത്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സുകൊണ്ട് ഒരുമിക്കുന്ന ഒരു എന്തെന്നാ പറയാ, ഒരു സ്നേഹബന്ധമാണ് ഇതിലേക്ക് കാര്യം. അപ്പോൾ അത് ആരൊക്കെയായിട്ട് കിട്ടിയിട്ടുണ്ടോ അവരൊക്കെയായിട്ട് ഞാൻ റെഗുലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവർക്കൊന്നും തന്നെ ഇറിറ്റേഷൻ ഇല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പം അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പ്രൊമോട്ടിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായില്ല, ഇപ്പോൾ വിദ്യയാണെങ്കിലും ജോൺസൺ ആണെങ്കിലും അതല്ല, നമുക്ക് വേറൊരു ലെവലിൽ പിടിക്കാം, അല്ലെങ്കിൽ ഇളയരാജ സാറാണെങ്കിലും. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പ്രൊമോട്ടിങ് ആയിരുന്നു. അത് നമ്മുടെ സ്റ്റഡീസാണ് അത് വാസ്തവത്തിൽ, ഞാൻ അതേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഞാൻ ഇൻവോൾവ് ചെയ്ത്, പണ്ട് ഞങ്ങൾ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും മറ്റേ ഇപ്പോഴത്തെ ഡിജിറ്റലൊന്നും അല്ല, ആരിയിൽ ഷൂട്ട് ചെയ്ത് അത് നെഗറ്റീവിൽ ഷൂട്ട് ചെയ്ത് അത് ഡബിൾ പോസിറ്റീവായി പടം കഴിയുമ്പോഴത്തേക്കും അത് ഡബിൾ പോസിറ്റീവ് കാണുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യണത്. ആ കട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ കട്ട് കഴിഞ്ഞിട്ട് അതും കാണും. എത്രയോ പ്രാവശ്യം സിനിമ കാണും എന്നുള്ള പ്രക്രിയ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഡ്യൂസറിൻ്റെ ക്വാളിറ്റി ഞാൻ അങ്ങനെ അല്ല ഞാൻ പറയുന്നത്, അത്രയും ഇൻവോൾവ്മെന്റ് വേണം ഇനി വരുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സും. ശരിക്കും പറഞ്ഞാൽ ഐ ആം എ ബാഡ് ബിസിനസ് മാൻ ഈ സിനിമ ഇൻഡസ്ട്രീനെ ഉദ്ദേശിച്ചത്, പക്ഷേ സിനിമ പ്രൊഫഷനെ ഉദ്ദേശിച്ചത്. ബിക്കോസ് ഞാൻ പൈസയുടെ കാര്യത്തിൽ ലാഭം എങ്ങനെ കിട്ടും എന്നുള്ളതിനെ പറ്റിയല്ല സ്റ്റഡി നടന്നത്. ഞാൻ എടുക്കുന്ന പ്രോഡക്റ്റ് നന്നായി വരിക എന്നുള്ളത്. ആ പ്രോഡക്ട്സ് മുഴുവനും നന്നായി വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഓഫ് കോഴ്സ് അതിൽ മണി ഇൻവോൾവ് ആണ്. ആ മണി റിട്ടേൺ വരണമെന്നുള്ള നിർബന്ധമുണ്ട്. അതൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ എടുത്താൽ സിനിമ ഓടുമെന്നും ഇത്ര ലക്ഷം രൂപ ലാഭം കിട്ടുമെന്നുള്ള കാഴ്ചപ്പാടല്ല. മിനിമം ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ള ഫീലിങ്ങിലാണ് ചെയ്യുന്നത്. അത് ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സിന് ഞാൻ ലാക്കിംഗ് ആയിട്ട് കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൺ ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളും ഫ്രണ്ട്സ് ഉണ്ട്, പുതിയ ജനറേഷനിൽ പെട്ട സുഹൃത്തുക്കളായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരോട് എന്തായാലും സോങ് കമ്പോസിങ് ആയോ, അതിങ്ങനെ ഇന്ന ആൾ ചെയ്യുന്നുണ്ട്, അതെന്താ താൻ പാട്ട് കേട്ടില്ലേ? ഇല്ല, അവര് പിന്നെ അഴക്കുമ്പോൾ കേൾക്കാം. എനിക്കിഷ്ടമല്ല അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരഴക്കുന്ന കേൾക്കാനല്ല ഞാൻ അവരെ എൻഗേജ് ചെയ്യുന്നത്. മനസ്സിലായി? അത് ആരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ല, എൻ്റെ മനസ്സിൻ്റെ തൃപ്തി വേണ്ടേ.
ആ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ അത് അവരെ ഏൽപ്പിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ പറയുന്നവരെ ഞാനത് അവർക്ക് അതിനുള്ള കഴിവില്ലാണ്ടല്ല, അതൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അത് സമയം കണ്ടെത്തണം, എല്ലാ കാര്യങ്ങളിലും സമയം കണ്ടെത്തണം. അതിൽ കാസ്റ്റിംഗ് വൈസ് ആണെങ്കിലും, ഇപ്പം കാസ്റ്റിങ്ങിൽ ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരിയുള്ള നമുക്ക് പറ്റാത്ത ആൾക്കാരെ വെക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മുടെ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ക്രിപ്റ്റ് എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ധാരണ ഉണ്ടാക്കണം. ഒരു ഡേ എത്ര സീൻ എടുക്കാൻ പറ്റുന്ന ധാരണ ഉണ്ടാക്കണം. ആ ഡേ എത്രയുണ്ട്, നൈറ്റ് എടുക്കണം, നൈറ്റ് എത്രയുണ്ട് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവണം. അതെല്ലാം പഠിച്ച് ഓരോന്നും പേപ്പറിലാക്കിയിട്ട് വേണം. ഇന്ന് കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടറിൽ കിട്ടും പ്രിൻ്റ് ഔട്ട് എല്ലാം തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അതിൻ്റെ ഒരു ലോഗ് ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും ഇന്നത്തെ ഷൂട്ടിങ് എവിടെയാണെന്നും, അത് വീട്ടിൻ്റെ ഉള്ളിലാണോ വീട്ടിൻ്റെ പുറത്താണോ, ആക്ഷനോ ഓറിയൻറ്റഡ് ആണോ ചെയ്യുന്നത്, ആരൊക്കെയാണ് ആർട്ടിസ്റ്റ് അവിടെ ഉള്ളത്, എനിക്ക് ബൈ ഹാർട്ടായിരിക്കും. മനസ്സിലായി? അപ്പം ഈ മെത്തേഡ് ഒരു പ്രൊഡ്യൂസറിനെ ഉദ്ദേശിച്ചിട്ട് ഞാൻ ചെയ്യണമുണ്ട് അത് എല്ലാവരും ചെയ്യണമെന്ന് പറയണതല്ല ഞാൻ. അത് പ്രൊഡ്യൂസറിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലായത്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഡിഫക്ട്സും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. എസ്കലേഷൻ ഓഫ് ബഡ്ജറ്റ് ഇന്നുള്ള പല പല പ്രോബ്ലങ്ങൾ തന്നെ. നൈറ്റ് ആൻഡ് ഡേ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടുന്നു. നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നു, നമ്പർ ഓഫ് ഡേയ്സ് ഫിക്സ് ചെയ്യണമെന്ന്. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് കൂടിപ്പോകുന്നത് എങ്ങനെയാണ്, അത് കൂടി പോകുമോ പോവാതിരിക്കുമോ എന്നൊക്കെയാണ് നമുക്കൊരു കാൽക്കുലേറ്റഡ് മെത്തേഡിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ലെവലിലാണ് ശരിക്കും ബോളിവുഡ് പിക്ചേഴ്സ് തന്നെ എല്ലാം ഇതേമാതിരി അക്യുറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ നാളെ കാലത്ത് ഷൂട്ടിംഗ് എന്നും പറഞ്ഞാൽ ആര് ഇറങ്ങിത്തിരിക്കാറില്ല. അങ്ങനെ പല ഇതിൽ വളരെ ചെറിയ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുടെ വരെ ഒരു എന്താ പറയുക സാങ്ക്ടിറ്റി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ബിക്കോസ് നല്ല ഫുഡായിരിക്കണം കൊടുക്കേണ്ടത്. ആ ഫുഡിന് എന്തൊക്കെയായിരിക്കും, എവിടെ നിന്നാണത് മേടിക്കുന്നത്, അല്ല തട്ടിപ്പ് കൂടാതെ ചീഞ്ഞ സാധനങ്ങൾ മേടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അതുവരെയും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ ജനറേഷനിൽ അതിന് താല്പര്യമുള്ളവർ ഉണ്ടാകാം, ഇല്ലെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ജയവും പരാജയവും അത് ഡെഫിനറ്റായിട്ട് ഏത് ഫീൽഡിലും നിങ്ങൾ നോക്കിക്കോളൂ. അതിപ്പോൾ സിനിമ മാത്രമല്ല, സിനിമ ആയതുകൊണ്ട് 10 പേര് കൂടുതൽ അറിയുന്നു. അല്ലാത്ത ബിസിനസ് ഇവിടെ തന്നെ എറണാകുളത്ത് ജനിച്ചു വളർന്ന എനിക്ക് എത്രയോ ബിസിനസ് പീപ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു, എത്രയോ ആൾക്കാർ. അവരൊക്കെ അവരുടെ വേറെ ജനറേഷൻ അല്ലെങ്കിൽ ആ ബിസിനസ് വേറെ ആൾക്കാരാണ് നടത്തുന്നത്. അത് കാലത്തിൻ്റെ ഒരു കാര്യമാണത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ സിനിമ കാണരുത്. സിനിമ കാണേണ്ടത് നമ്മൾ ക്ലിയർ ആണോ, നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് അതിൽ. പാഷൻ എന്ന് പറയുന്നതിന് അർത്ഥങ്ങളുണ്ട്. അല്ല, പാഷൻ എന്ന് പറയാൻ ഒരു ഇംഗ്ലീഷ് വേർഡാണ്. ആ പാഷൻ എന്താണെന്ന് തിരിച്ചറിയണം. സിനിമ എടുത്ത് ഫോട്ടോ വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലെക്സിൽ ഞാൻ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ നാട്ടിൽ ഫ്ലെക്സ് വെച്ചു. അതിനുശേഷം സിനിമ ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറയണ മാതിരത്തെ ഒരു പ്രൊഡക്ഷൻ അല്ല വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ തീർച്ചയായിട്ടും ഈ ഡെഡിക്കേഷൻ പലർക്കും ഇല്ല, എനിക്കറിയാം. അത് നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ കൂടുതൽ വളരെ 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 കൂടുതലാണ് ഇന്നത്തെ സിനിമയുടെ ഒരു ഇതിൽ. എനിക്ക് കോട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളൊരു പ്രൈവറ്റ് ടോക്ക് ആയതുകൊണ്ടിട്ട് കോട്ട് ചെയ്ത് പറയാനാണെങ്കിൽ ഇഷ്ടംമാതിരി കാര്യങ്ങളുണ്ട് എനിക്ക് പറയാനായിട്ട്. പിന്നെ ഈ തർക്കവും ബഹളവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ ഉദ്ദേശത്തിൽ ഇക്കാലത്തും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ഓരോ പ്രൊഡ്യൂസേഴ്സും ഇതുപോലെ ഒരു വാസ്റ്റ് നോളജ് ഒക്കെ ഉണ്ടായിട്ട് നല്ലൊരു ഗൈഡൻസോട് കൂടി ഒരുപാട് സിനിമകൾ ഇറക്കാൻ സാധിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും വരട്ടെ. സിനിമക്ക് നല്ലത് വരണം. നമുക്ക് ശേഷം പ്രളയമൊന്നല്ലല്ലോ നമ്മൾ വിശ്വസിക്കുക. നമുക്ക് ശേഷവും നല്ലൊരു സിനിമകളുടെ ഒരു എറ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ഗൈഡ് ലൈൻ, നമ്മൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ ഫോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു വിങ് തന്നെ അതിലുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഞങ്ങൾ സ്വാഗതം നൽകിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് ദൈവാനുഗ്രഹത്തിൽ ഇൻഡസ്ട്രിയിൽ നമ്മളെപ്പോലുള്ള ഒരാൾക്കാരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എല്ലാ പുതിയ ജനറേഷനിലും പെട്ടവർക്കും തീർച്ചയായിട്ടും എല്ലാം നല്ലത് വരട്ടെ. എല്ലാം നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവട്ടെ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാകട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായും അതുപോലെ തന്നെ ഒരുപാട് സാധ്യതകൾ ഫോക്കസ് ഫിലിമിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് മലയാള സിനിമയെക്കുറിച്ചും വ്യവസായത്തെക്കുറിച്ചും ഒരുപാട് വെല്ലുവിളികളെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ മലയാള സിനിമാ ലോകം ഇനിയും ഒരുപാട് വളർച്ചയിലേക്ക് എത്തട്ടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. താങ്ക് യു.